Question number 1. The number of non-empty equivalence relations on the set 1, 2, 3. അപ്പോൾ നമുക്കൊരു സെറ്റ് തന്നിരിക്കുന്നു, സെറ്റ് 1, 2, 3. ഈ സെറ്റിനകത്ത് ടോട്ടൽ നമുക്ക് എത്ര നോൺ എംപ്റ്റി ഈക്വലൻസ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഈക്വലൻസ് റിലേഷൻസ് ഒക്കെ മാനുവലി എഴുതി നോക്കാം. അപ്പോൾ അങ്ങനെ എഴുതി നോക്കിയിട്ട് അതിൻ്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ബട്ട് ദാറ്റ് മെത്തേഡ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏതൊരു സെറ്റ് തന്നാലും ആ സെറ്റിനകത്ത് ടോട്ടൽ നമുക്ക് എത്ര ഈക്വലൻസ് റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, അത് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ എങ്ങനെ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം, അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു. ഫസ്റ്റ് റോ ആയിട്ട് 1ഉം 2ഉം എഴുതുന്നു. ഫസ്റ്റ് റോയിൽ 1ഉം 2ഉം ഇവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. 1, 2 അതാണ് ഫസ്റ്റ് റോ. ഞാൻ അടുത്ത സെക്കൻഡ് റോയിലേക്ക് വരുന്നു. ഓരോ റോയും ഏത് നമ്പറിലാണോ എൻഡ് ചെയ്യുന്നത് ആ നമ്പർ വേണം അടുത്ത റോയിലെ ഫസ്റ്റ് നമ്പർ ആയിട്ട് എഴുതാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റോ എൻഡ് ചെയ്തിരിക്കുന്നത് 2-ലല്ലേ, അപ്പോൾ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കണം? 2-ൽ തന്നെ ആയിരിക്കണ്ടേ. ഇനി 2 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ എഴുതാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പറുകൾ കൂടി ആഡ് ചെയ്യുക. ആ 2ഉം അതിന് തൊട്ട് മുകളിൽ കാണുന്ന നമ്പറും കൂടി ആഡ് ചെയ്യുക. 2 + 1 3 വരില്ലേ, അപ്പോൾ 3 എഴുതി. ഇനി 3ക്ക് തൊട്ടടുത്തായിട്ട് ഞാൻ എഴുതേണ്ടത് ഇതേപോലെ 3യും അതിന് തൊട്ട് മുകളിലുള്ള നമ്പറും കൂടെ ആഡ് ചെയ്യുന്നത്. 3 + 2 എത്രയാ? 5 വരും. കഴിഞ്ഞല്ലോ. 5ന് തൊട്ട് മുകളിലായിട്ട് ഒരു നമ്പർ കാണാനില്ല, അപ്പോൾ ഇനി ആഡ് ചെയ്യാനൊന്നും കഴിയില്ല. ആ റോ അവസാനിച്ചു. അപ്പോൾ ആ സെക്കൻഡ് റോ അവസാനിച്ചത് 5-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 5 അല്ലേ അടുത്ത തേർഡ് റോയിലെ ഫസ്റ്റ് നമ്പറായിട്ട് നമുക്ക് എഴുതേണ്ടത്. ഇനി അടുത്ത 5നോട് അടുത്ത നമ്പർ ഏതാ? 5ഉം അതിന് തൊട്ട് മുകളിലുള്ള 2ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന 7 ആയിരിക്കും. അപ്പോൾ ഇനി അടുത്ത നമ്പർ നിങ്ങൾക്കറിയാം, 7ഉം അതിന് തൊട്ട് മുമ്പിലുള്ള 3യും കൂടെ ആഡ് ചെയ്യുന്ന 10 ആയിരിക്കില്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോൾ അടുത്ത നമ്പറോ 10ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 15 കഴിഞ്ഞു അല്ലേ? ഇനി 15ൻ്റെ കൂടെ ആഡ് ചെയ്യാൻ അവിടെ ഒന്നും കാണാനില്ല. സോ ആ റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ റോ എൻഡ് ചെയ്തിരിക്കുന്നത് 15-ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതേ 15-ൽ തന്നെ. കണ്ടോ? അപ്പോൾ അടുത്ത നമ്പർ 15 + 5 ആയിരിക്കുമെന്നറിയാം, 20. അടുത്ത നമ്പറോ 20 + 7 ആണ്, അതെത്രയാ? 27. അപ്പോൾ അടുത്ത നമ്പർ 27 + 10 ആണ്, 37 വരും. അടുത്തത് 37 + 15 ആണ്, അതെത്രയാ? 52 കിട്ടും അല്ലേ? അപ്പോൾ ആ റോയും എൻഡ് ചെയ്തു. ആ റോ എൻഡ് ചെയ്തത് ഏത് നമ്പറിലാണ്? 52-ലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത റോയുടെ ഫസ്റ്റ് നമ്പറായിട്ട് നമുക്ക് ഏതാ എഴുതേണ്ടത്? 52. അപ്പോൾ ഇനി ഈ ഒരു പാറ്റേൺ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എക്സെട്രാ എന്ന് എടുത്തു. ഓക്കെ, പക്ഷെ നോക്കിയ മക്കളെ, നമ്മൾ ഈ പാറ്റേൺ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കറിയേണ്ടത്, ഒരു സെറ്റ് നമ്മുടെ കയ്യിൽ തന്നാൽ ആ സെറ്റിൽ ടോട്ടൽ എത്ര നോൺ എംപ്റ്റി ഈക്വലൻസ് റിലേഷൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റോ എടുത്ത് നോക്കി. ഫസ്റ്റ് റോ n = 1ന് കറസ്പോണ്ടിങ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെ സിംഗിൾട്ടൺ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോ ആണ് എടുക്കേണ്ടത്. ആ ഫസ്റ്റ് റോയിലെ സ്റ്റാർട്ടിംഗ് നമ്പർ ആയിരിക്കും നമ്പർ ഓഫ് ഈക്വലൻസ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ദാറ്റ് സെറ്റ്. അപ്പോൾ ഒരു സിംഗിൾട്ടൺ സെറ്റ് തന്നാൽ ആ സിംഗിൾട്ടൺ സെറ്റിൽ നിങ്ങൾക്ക് എത്ര ഈക്വലൻസ് റിലേഷൻസ് ആ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഒരെണ്ണം അല്ലേ? ഇനി 2 എലിമെന്റ്സ് ഉള്ള സെറ്റ് ആണെങ്കിലോ? നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് 2 എലിമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ അല്ലേ നോക്കേണ്ടത്. അപ്പോൾ 2 എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റാണ് തരുന്നതെങ്കിൽ ആ സെറ്റിൽ ടോട്ടൽ നമുക്ക് എത്ര ഈക്വലൻസ് റിലേഷൻസ് ആ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? 2 ഈക്വലൻസ് റിലേഷൻസ് ആണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ക്ലിയർ ആവുന്നുണ്ടോ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3. അതിനകത്ത് 3 എലിമെന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാറ്റേണിലെ മൂന്നാമത്തെ റോ അല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ മൂന്നാമത്തെ റോയിലെ സ്റ്റാർട്ടിംഗ് നമ്പർ എന്താണോ അതായിരിക്കും നമ്പർ ഓഫ് ഈക്വലൻസ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ ദിസ് സെറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 5 എന്നാണ് കിട്ടുക. നമുക്ക് നോൺ എംപ്റ്റി ഈക്വലൻസ് റിലേഷൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു നോൺ എംപ്റ്റി സെറ്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഈക്വലൻസ് റിലേഷൻസും എന്ത് തന്നെയായിരിക്കും? നോൺ എംപ്റ്റി തന്നെയായിരിക്കും. കാരണം എന്താ? നമുക്ക് റിഫ്ലക്സിവിറ്റി ശരിയാകണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു നൾ റിലേഷനായിട്ട് വരാൻ പാടില്ല. ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ 3 വരും. 5 എന്നുള്ളതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക.